നമ്മളൊക്കെ തളർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. തീഷ്ണമായ പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ വഴിവിട്ടു പോകുമോ എന്ന് പേടിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് രോഗമെന്ന് പറയുന്ന പരീക്ഷണം. ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട 10 സമീപനങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് പരീക്ഷണം വന്നാലും ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടത് ക്ഷമയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ജീവിതത്തിൽ എന്തു പരീക്ഷണം വന്നാലും ഞാൻ ജനിക്കുന്നതിൻ്റെ, ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് എൻ്റെ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി, ഇത് റബ്ബിൻ്റെ ഖളാ ആണ്, ഖദറാണെന്ന് മനസ്സിലാക്കി ഒരാൾ ക്ഷമിച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന കൂലി അള്ളാഹ് എണ്ണിപ്പറഞ്ഞ കൂലിയല്ല. അയാൾക്ക് കൊടുക്കുന്ന കൂലി ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത കൂലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. ജീവിതത്തിൽ ഒരു നന്മയുണ്ടായാൽ, അനുഗ്രഹം കിട്ടിയാൽ ആ അനുഗ്രഹത്തിൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, അതവന് നന്മയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ അതും അവന് നന്മയാണ്, കാരണം അവിടെ അവൻ ക്ഷമിക്കുന്നു. അങ്ങനെ വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാം നന്മയാണ്. അനുഗ്രഹങ്ങൾ വന്നാലും നന്മയാണ്, പരീക്ഷണങ്ങൾ വന്നാലും നന്മയാണ്. ഇങ്ങനെ എല്ലാത്തിനെയും നന്മയാക്കി മാറ്റാൻ കഴിയുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അദ്ദേഹം പറയുന്നത്, അൽ ഈമാനു നിസ്ഫാനി, ഈമാനിന് 2 പകുതിയുണ്ട്, വിശ്വാസത്തിന് 2 പാതിയുണ്ട്. അതിലെ ഒരു പാതി എന്ന് പറയുന്നത് നിസ്ഫുഹു സബിരിൻ, അത് ക്ഷമയുടെ പാതിയാണ്. രണ്ടാമത്തെ പാതി എന്ന് പറയുന്നത് ശുക്റുൻ, അത് ശുക്റിന്റെ പാതിയാണ്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ക്ഷമിക്കണം. ഒരു പക്ഷി പറക്കണമെങ്കിൽ അതിന് 2 ചിറകുകൾ വേണം. ജീവിതമെന്ന യാത്രയിൽ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ക്ഷമയെന്ന ചിറകും ശുക്രെന്ന ചിറകും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്നാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തു പരീക്ഷണം വന്നാലും അവിടെ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ, അത് മാറാ രോഗമാണെങ്കിലും 1-2 ദിവസങ്ങൾ കൊണ്ട് മാറുന്ന രോഗമാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ടാമത്തെ ചിന്ത, ഈ രോഗം എനിക്ക് അള്ളാഹു നൽകിയത് എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാനാണ്. അപ്പോൾ രോഗങ്ങൾ ഒരിക്കലും നമ്മൾ ശപിക്കൂല. രോഗം തന്ന റബ്ബിനെ കുറിച്ചൊരു തെറ്റായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. മഹാനായ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദുനൂബു തുകഫിറുൽ മസാഇബ് വൽ ആലാം വൽ അംറാദ്. രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളെ മായ്ച്ചു കളയുന്നു എന്നാണ് മഹാനായ ഇബ്നു അബ്ദുൽ ബർ പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദിൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് രോഗം ബാധിച്ചു, ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിഅ, ആ രോഗം മുഖേന അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. കമാ തഹത്തു ഷജറത്തു വറക്കഹ, ഒരു മരം അതിൻ്റെ ഇല പൊഴിച്ചു കളയുന്നത് പോലെ രോഗം മനുഷ്യന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രോഗത്തെ നമുക്ക് ശപിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി, ഒരു മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ അല്ലാഹു പരീക്ഷണം തരും, തന്റെ മക്കളിൽ പരീക്ഷണം തരും, തന്റെ സമ്പത്തിൽ പരീക്ഷണം തരും. എന്തിനാ തരുന്നത്? പാപത്തിന്റെ കറകളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് പരീക്ഷണം തന്നത്, നിന്റെ ശരീരത്തിൽ പരീക്ഷണം തന്നത്, നിന്റെ മക്കളിൽ പരീക്ഷണം തന്നത്, നിന്റെ സമ്പത്തിൽ പരീക്ഷണം തന്നത്. ഒരു പാപത്തിന്റെ കറയുമില്ലാതെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ നിന്നെ പ്രാപ്തനാക്കാനാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വചനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുദാഉൽ മുഅ്മിൻ
ഒരു മുഅ്മിനിന്റെ തലവേദന, ഒരു മുഅ്മിന് ബാധിക്കുന്ന തലവേദന. വശൗകതൻ യുശാഖുഹാ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ തറക്കുന്ന, ശരീരത്തിൽ തറക്കുന്ന ഒരു ചെറിയ മുള്ള്, ഔ ശൈഉൻ യുഅദി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, യർഫഉല്ലാഹു ബിഹി യൗമൽ ഖിയാമത്തി ദറജ, അത് മുഖേന നാളെ പരലോകത്തവന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പാപങ്ങൾ പുറത്തു കിട്ടും. 2, പരലോകത്ത് നമ്മുടെ ദറജ വർദ്ധിച്ചു കിട്ടാൻ അല്ലാഹു തന്നതാണ് എനിക്ക് ഈ രോഗം, എനിക്ക് ഈ പരീക്ഷണം, ഒരു മുള്ള്, ഒരു തലവേദന. നാളെ പരലോകത്ത് എനിക്ക് ദറജ ഏറ്റിക്കിട്ടാൻ അള്ളാഹു തന്ന സമ്മാനമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മാത്രമല്ല, ക്ഷമിക്കുന്നവർക്ക്, രോഗം വരുമ്പോൾ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗം. അപ്പൊ രോഗം തന്നത് എന്തിനാ? സ്വർഗം സമ്മാനമായി തരാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനം കാണാം. ഇന്നൽ ഐൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈനി, ഒരു വ്യക്തിയെ 2 കണ്ണുകളെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചു. 2 കണ്ണുകളുടെയും കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. ഫസബറ, അയാളെ ക്ഷമിച്ചു. ഇത് അള്ളാഹുവിന്റെ ഖദാ ആണ്, ഇത് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് മനസ്സിലാക്കി അയാളെ ക്ഷമിച്ചു. അവ്വൽതുഹു മിൻഹുൽ ജന്ന, ആ 2 കണ്ണുകൾക്കും പകരമായി ഞാൻ അവന് സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നൽ ഐന മഹ്ബൂബത്തുൻ ഇലൽ ഇൻസാൻ, ഒരു മനുഷ്യനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവന്റെ കണ്ണുകൾ. വഇദാ അഖദഹ അഖദഹുമുല്ലാഹ്, ഒരാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ മനസ്സിലാക്കേണ്ടത് പടച്ചോൻ എന്ത് ചെയ്തു? എന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. സ്വബറ, അവൻ അവിടെ ക്ഷമിച്ചു. വഹ്തസബല്ലാ, ക്ഷമിക്കുക മാത്രമല്ല അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്തിനാണ്? ഇന്നല്ലാഹ യുഅവ്വിദുഹു ബിഹിൽ ജന്ന, ആ 2 കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് പകരം അവന് സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ പരീക്ഷണം? നമ്മളത് സംസ്കരിക്കാനാണ്, പാപങ്ങൾ പുറത്തു കിട്ടാനാണ്, ദറജ ഏറ്റിത്തരാനാണ്, അല്ല സ്വർഗം സമ്മാനമായി തരാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. 5-ാമത്തെ കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹ് നമുക്ക് രോഗം തരുന്നത്. പനി ബാധിച്ചു കിടക്കുന്ന ഒരു രോഗിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് പനി ബാധിച്ച സ്വഹാബിയോട് നബിതങ്ങൾ പറയുന്ന വാചകം എന്താ അറിയോ? അബ്ശിർ, സന്തോഷിക്കുക. അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കുക. ഫഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഹിയ നാരി, പനി എന്ന് പറയുന്നത് എന്റെ തീയാണ്. ഉസല്ലിതുഹാ അലാ അബ്ദി അൽ മുഅ്മിൻ ഫി ദുനിയ, അത് ദുനിയാവിൽ വെച്ച് ചില മനുഷ്യന്മാർക്ക് ഞാനത് കൊടുക്കും. എന്തിനാ കൊടുക്കുന്നതെന്നറിയോ? ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ, പരലോകത്തവന് കിട്ടേണ്ട അതികഠിനമായ അതിശക്തമായ ചൂടിന് പകരം ദുനിയാവിൽ വെച്ച് ഞാൻ കൊടുക്കുന്ന, എൻ്റെ അടിമക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ചൂടാണ് പനി. അപ്പൊ ദുനിയാവിൽ ഈ ഒരു ചൂട് നമുക്ക് കിട്ടിയാൽ പരലോകത്ത് വരാനിരിക്കുന്ന അതികഠിനമായ നരകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ പനി തരുന്നത്? എന്തിനാ രോഗം തരുന്നത്? നരകമെന്ന ഭീതിതമായ ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ദുനിയാവിൽ നിന്ന് നമുക്ക് ചെറിയൊരു സാമ്പിൾ അത് തരികയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നമ്മൾ പഠിക്കണം. 6-ാമത്തെ കാര്യം, വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഒരു ആത്മവിചാരണ നടത്താൻ അതൊരു കാരണമാകും. ഒരു പനി വന്നെന്ന് കിടക്കുമ്പോൾ അല്ലേ, ഒരു രോഗം വന്ന് നമ്മളൊരു 2 ദിവസം എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ആത്മവിചാരണ നടത്താൻ നമ്മൾ സന്നദ്ധരാകും. ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ ഖബലിക്, താങ്കൾക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? ഫഅഖദിനാഹും ബിൽ ബഅസാഇ വല്ലറാ, നാം അവരെ കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും നാം അവരെ പിടികൂടിയിട്ടുണ്ട്. രോഗങ്ങളെ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പരീക്ഷണങ്ങളെ കൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട്. എന്തിനാണ് അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്? ലഅല്ലഹും യതളറഊൻ, അവർ അള്ളാഹുവിലേക്ക് വിനയം കാണിച്ച് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്. എന്തിനാണ് കൊറോണ തന്നത്? ലഅല്ലഹും യർജുഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്. സ്വന്തം വാപ്പാന്റെ മയ്യത്ത് കയ്യിൽ കിട്ടിയിട്ട് ഒന്ന് കുളിപ്പിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. JCB ഉപയോഗിച്ചിട്ട് ഖബറിലേക്ക് നമ്മുടെ വാപ്പാന്റെ മയ്യത്ത് മറച്ചിട്ട് അത് മറവി ചെയ്ത് പോകുന്ന ആൾക്കാരെ നമ്മളെ കരഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ട്. മയ്യത്ത് മറവ് ചെയ്യാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ട്. സ്വന്തം മാതാവിന്റെ കയ്യത്ത് ഈ കൈകളെ കൊണ്ട് കുളിപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കരഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്തിനാ ഈ പരീക്ഷണങ്ങൾ? ലഅല്ലഹും യർജുഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്.
അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും പരീക്ഷിക്കാനും, അതിനാണ് ഈ പരീക്ഷണങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് നൽകുന്നത് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, മുസീബത്തുൻ തുഖ്ബിലു ബിഹാ അലല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മുസീബത്ത്, ഹറാമുകളിൽ നിന്ന് നമ്മളെ വിട്ടു നിർത്തുന്ന, കൂടുതൽ നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പരീക്ഷണം, അതാണ് ഖൈറും മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്. അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ഹറാമുകളിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന, അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഒരു വലിയ കാറും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലത് ഒരു രോഗമാണ്. കാരണം എന്താ അറിയോ, രോഗം വന്നാൽ പിന്നെ പടച്ചോന് ഓർമ്മ ഉണ്ടാവില്ല, പടച്ചോനെ മറക്കാൻ കഴിയില്ല, പടച്ചോൻ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാലോ പടച്ചോനെ മറന്നു പോകുന്ന. അപ്പം പടച്ചോനെ മറപ്പിച്ച് കളയുന്ന അനുഗ്രഹങ്ങളെക്കാളും നല്ലത് പടച്ചോൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കാൻ കഴിയുന്നൊരു പരീക്ഷണമാണ് എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗങ്ങളെന്ന് പറയുന്നത് ആത്മവിചാരണക്ക് പടച്ചോൻ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണ്. ഏഴാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, നേരത്തെ നൽകിയ നിഅമത്തുകളെ ആലോചിക്കാനും ചിന്തിക്കാനും, അള്ള തന്ന ആ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനുമാണ് അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ശരീരത്തിന്റെ ഒരു ഭാഗത്തിനൊരു രോഗം വരുമ്പോൾ നമ്മളൊന്ന് തളരും, നമ്മളൊന്ന് ക്ഷീണിക്കും, നമ്മളൊന്ന് കിടക്കും, നമ്മളൊന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ മനസ്സിലാകും നമ്മുടെ കണ്ണിന്, നമ്മുടെ കാതിന്, നമ്മുടെ കൈക്ക്, നമ്മുടെ ശരീരത്തിന് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ മഹത്വവും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രോഗം എന്ന പരീക്ഷണത്തിൻ്റെ മുമ്പിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 8ാമത്തെ കാര്യം, രോഗിയായ സഹോദരങ്ങളെ അത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു രോഗം. നമ്മുടെ അയൽപക്കത്ത് രോഗം ബാധിച്ച 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നമുക്ക് നൽകുന്നത്. 9ാമത്തെ കാര്യം, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അള്ള തരുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് രോഗമെന്ന് പറയുന്നത്. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം ഏതാണ്? അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇത് ഹൃദയത്തിൽ നിന്ന് ഇത് ഇല്ലായ്മ ചെയ്ത് ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് പടച്ചോൻ നമുക്ക് രോഗം തരുന്നത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു മാരകമായൊരു രോഗം വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര വിദ്വേഷത്തിലും വെറുപ്പിലും കാണുന്ന മനുഷ്യനോട് നമുക്ക് എന്താ ഉണ്ടാകുക? നമുക്ക് അലിവ് തോന്നും, സ്നേഹം തോന്നും, അയാളോട് മാപ്പ് ചോദിക്കാൻ തോന്നും. അപ്പം എല്ലാ പാപത്തിൻ്റെ കറകളിൽ നിന്നും മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ് മനുഷ്യന് രോഗങ്ങൾ നൽകുന്നത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. 10ാമത്തെ കാര്യം, ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ എന്തൊക്കെ ഇബാദത്ത് ചെയ്തവരാണോ, 5 നേരം ജമാഅത്തായിട്ട് നിസ്കരിച്ചവരാണോ, രാത്രി നമസ്കാരം നിർവഹിച്ചവരാണോ എങ്കിൽ രോഗകാലത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്തവൻ്റെ കൂലിയുണ്ട് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇദാ മരിലൽ അബ്ദ്, ഒരടിമക്ക് രോഗം വന്നു, ഔ സാഫറ, അല്ലെങ്കിൽ അയാൾ യാത്രക്കാരനാണ്, കുത്തിബ ലഹു മിനൽ അമലി മാ കാന യഅമലുഹു വഹുവ സഹീഹുൻ മുഖീമുൻ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്തതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തവന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. 5 നേരം പള്ളിയിൽ പോയിട്ട് നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുന്നതാണ്. ഒരാഴ്ച നമ്മൾ കിടന്നു, കാല് പൊട്ടിക്കിടന്നു. എന്തുകൊണ്ടാ പള്ളിയിൽ പോവാത്തത്?
നമ്മുടെ കാലിന് സുഖമില്ല, പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോയിട്ടില്ലെങ്കിലും ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്തവന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യകാലത്ത് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യണം. എങ്കിൽ രോഗം വന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ നന്മകൾ രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഇദബ്തലല്ലാഹുൽ അബ്ദൽ മുസ്ലിമ ബിബലാഇൻ ഫീ ജസദിഹി, ഒരാളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പരീക്ഷണം ബാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉക്തുബു ലഹു സ്വാലിഹ അമലിഹി അല്ലദീ കാന യഅമലുഹു. അയാള് രോഗമില്ലാത്ത സമയത്ത് അയാൾ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ ആ നന്മകളൊക്കെയും രോഗം വന്ന് ചെയ്യാൻ പറ്റാത്ത സമയത്തും അയാൾക്ക് വേണ്ടി രേഖപ്പെടുത്തണമെന്ന് മലക്കുകളോട് അള്ളാഹു പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്ര ഗൗരവമുള്ള കാര്യമാണ്, അത്ര ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് രോഗമൊരിക്കലും, മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സുഫ്യാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലൈസ ബി ഫഖീഹിൻ, ഒരാളും അറിവുള്ളവനല്ല, മല്ലം യഉദ്ദൽ ബലാഅ നിഅമതൻ, പരീക്ഷണങ്ങളെ അനുഗ്രഹമായി എണ്ണാത്തവൻ ഒരിക്കലും ഒരു അറിവുള്ളവനല്ല. വറഖാഅ മുസീബത്തുൻ, അനുഗ്രഹങ്ങളെ പരീക്ഷണങ്ങളെ അനുഗ്രഹമായും എണ്ണാത്തവൻ ഒരിക്കലും അറിവുള്ളവനല്ല, വിവേകമുള്ളവനല്ല, തിരിച്ചറിവുള്ളവനല്ല എന്ന് മഹാനായ സുഫ്യാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് പരീക്ഷണത്തിലും ക്ഷമിക്കാനും സഹിക്കാനും അതുവഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ ജീവിക്കാനും നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.